Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞ് എസ്പെഷ്യലി മാരേജ് ഒക്കെ കഴിഞ്ഞാൽ പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് പണ്ടത്തെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ലൈഫ് കുറച്ച് ബോറഡി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായി ഒരുപാട് വർഷം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ബോറിംഗ് ഫീൽ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബോറിംഗ് ഫീൽ ഇല്ലാതെ തന്നെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഫ്ലേട്ടിംഗ് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഫ്ലേട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഫ്ലേട്ടിംഗ് അല്ലെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ബോറിങ്, അതായത് ലൈഫ് ഭയങ്കര ബോറടിച്ചു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു പുതുമയില്ല, എന്നും ഒരേ റൊട്ടീൻ, ഒരേ ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ട് ആ ഒരു നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ആ ഒരു ഫ്ലേട്ടിങ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം, ഇത്തരത്തിലുള്ള ബോറിങ് ഒഴിവാക്കാനായി ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ബോറിംഗ് വരുന്നത് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിരിക്കുന്ന സമയത്താണ്. അതായത് 24/7 ആ വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരുടെ കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് കൺമുന്നിൽ കാണുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക. ഇങ്ങനെ 24/7 ഒരുമിച്ച് നടക്കുകയും ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ സംസാരിക്കേണ്ടേ അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് നല്ലതല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചത്. 24/7 എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് അവരുടെ കൂടെ ഇങ്ങനെ ഒട്ടി നടക്കുക, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക എന്നതിലുപരി അവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്, ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് എടുക്കുക, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക, പല കാര്യങ്ങളും അവരോടൊപ്പം ചെയ്യുക. ഇത്തരത്തിലെല്ലാം ഒരു ക്വാളിറ്റി രീതിയിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫുൾ ഡേ അവരോട് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവ് ആയിരിക്കും ഇത്തരത്തിൽ ക്വാളിറ്റി ടൈം എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറേ സമയം അവരോട് സംസാരിച്ചു അല്ലെങ്കിൽ കുറേ സമയം അവരുമായിട്ട് ചെലവഴിച്ചു എന്നതിനേക്കാൾ ഉപരി അത് ക്വാളിറ്റി ടൈം ആയിരുന്നോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിൽ അവരുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഈ ബോറിംഗ് ഫീൽ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു യാത്ര പോകാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ലൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ അവനവന് വേണ്ടി കൂടി ടൈം കണ്ടെത്തി അതിലും കൂടി ഒരു എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു 24/7 എന്നുള്ള കാര്യം പലപ്പോഴും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അത് എഫക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ബോറിംഗ് ഫീൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എപ്പോഴും കൂട്ടുകൂടാൻ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഇന്ന വ്യക്തിയുടെ അടുത്ത് പോവാം അല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് പോയി ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളെയാണ്? നമ്മളെ ഹാപ്പി ആക്കാൻ, നമ്മളെ കുറെ കൂടി ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഏത് വ്യക്തിയുമായിട്ടാണോ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു മൊമെന്റ് ആണോ നമുക്ക് ആവശ്യം, അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും ഇങ്ങനെ സീരിയസ് ആവാതെ കുറച്ച് ഫണ്ണായിട്ടുള്ള മൊമെന്റുകൾ അല്ലെങ്കിൽ ഒരുമിച്ച് ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫൺ മൊമെന്റ്സ് ഒക്കെ മാക്സിമം അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇനി നമ്മൾ എത്ര ഒരുപാട് വർഷമായി അല്ലെങ്കിൽ ഒരുപാട് കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോറിംഗ് ഫീൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ എപ്പോഴും ഈ ഒരു 3 കാര്യം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ വളരെ ഹെൽത്തിയായി നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ബോറിംഗ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് വളരെ ഫണ്ണായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ള പോയിന്റുകളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്